മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത് നഗരത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. ടൂറിസ്റ്റുകളുടെ കാരവനും മറ്റും കടന്നുപോകുന്ന മനോഹരമായ പാത. മൊറോക്കോയുടെ മെദീന പ്രദേശവും കസ്ബയും കണ്ട ശേഷം കസ്ബയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പെഡസ്ട്രിയൻ ക്രോസിംഗിലൂടെ ഞാൻ പ്രൊമനേഡ് ഭാഗത്തേക്ക് നടക്കുകയാണ്. അതിമനോഹരമായ പ്രദേശമാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇത്ര നേരം നടന്ന മെദീന പ്രദേശത്തിന്റെ മതിൽക്കെട്ടുകൾ. അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കോർണിഷ് ഏരിയയിലേക്കെത്തി. ഇവിടവും അതിമനോഹരവും വൃത്തിയുള്ളതുമാണ്. ബോറഗ്രഗ് കോർണിഷ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ബോറഗ്രഗ് നദിയുടെ തീരഭാഗം. നദിയിൽ മത്സ്യബന്ധന ബോട്ടുകൾ കിടപ്പുണ്ട്. തീരത്ത് ചൂണ്ടയിട്ടിരിക്കുന്നവരെയും കാണാം. കോർണിഷിലൂടെയുള്ള നടത്തം രസകരമാണ്. നദിയും തീരവുമെല്ലാം വൃത്തിയോടെ കിടക്കുന്നു. നഗരവാസികൾ സായന്തനം ചെലവഴിക്കാനെത്തുന്ന ഒരിടമാണിത്. ഇവിടെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം അങ്ങേയറ്റത്ത് മരത്തിന്റെ ഒരു ഉരു കിടക്കുന്നതാണ്. ആ ഉരുവിന് കേരളവുമായി ഒരു ബന്ധമുണ്ട്. ഞാൻ അതിനടുത്തേക്കാണ് നടക്കുന്നത്. നമ്മുടെ കോഴിക്കോട്ട് നിർമ്മിച്ച ഒരു ഉരുവാണത്. ധോ എന്ന് അറബികൾ വിളിക്കുന്ന പത്തേമാരി. ഇതാണത്. അതിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ആഘോഷ കേന്ദ്രമാണ് ഈ പത്തേമാരി. റെസ്റ്റോറന്റും ബാറും ഉൾപ്പെടെ ഇതിലുണ്ട്. ഇത് സഞ്ചരിക്കാറില്ല. സ്ഥിരമായി ഇവിടെ കിടക്കുകയാണ്. വിവാഹങ്ങളും പാർട്ടികളും ആഘോഷങ്ങളുമെല്ലാം ഇതിൽ നടക്കാറുണ്ട്. കോഴിക്കോട്ട് ബേപ്പൂരിൽ നിർമ്മിച്ച ഉരുവാണിത്. അങ്ങനെ ഒരു മലയാളി ബന്ധമുള്ളതുകൊണ്ട് ഇത് ക്യാമറയിൽ പകർത്താതിരിക്കാനാവില്ല. ഞാൻ അതിനകത്തേക്ക് നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ യാത്രകൾ നടത്തിയിരുന്ന പത്തേമാരിയുടെ തനിപ്പകർപ്പ്. ലേ ധോ എന്നാണ് അതിന് പേർ നൽകിയിരിക്കുന്നത്. റെസ്റ്റോറന്റും ലോഞ്ചും ക്ലബ്ബും ഒക്കെയുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. മനോഹരമായ ലോഞ്ചാണ്. ആളുകൾക്കിരിക്കാനായി മേശക്കസേരകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ 2 പരിചയക്കാർ ഇരിപ്പുണ്ട്, സുനീറും റിസ്വാനും. അവർ ഇവിടെ ബിസിനസ് ചർച്ചകളിലാണ്. ഓൺലൈൻ മീറ്റിംഗുകളും നടക്കുന്നുണ്ട്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ചെന്നത് അവർക്ക് സർപ്രൈസായി. അവിടെ ഈ ധോയുടെ വിശേഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ഹാജി PI അഹമ്മദ് കോയ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. പ്രധാന മേസ്ത്രി VK നാരായണൻ എന്നയാളാണ്. കോഴിക്കോട്ട് ബേപ്പൂരിലെ ഹാജി PI അഹമ്മദ് കോയ കമ്പനിയിൽ 2008 ഇതിന്റെ നിർമ്മാണ ജോലികൾ തുടങ്ങിയത്. അഹമ്മദ് ഹാജിയുടെ മകനും കമ്പനിയുടെ പ്രധാന ചുമതലക്കാരനുമായ ഹാഷിം അഹമ്മദിന്റെ മേൽനോട്ടത്തിൽ 15 പേർ ചേർന്നായിരുന്നു നിർമ്മാണം. 2 വർഷം കൊണ്ടാണ് ഉരുവിന്റെ നിർമ്മാണം പൂർത്തിയായത്. കരിമരുത്, വെണ്ടേക്ക് തുടങ്ങിയ കനമുള്ള മരങ്ങൾ കൊണ്ടാണ് നിർമ്മാണം. 150 അടി നീളവും 33 അടി വീതിയും 12 അടി ഉയരവുമുള്ള ധോയാണ് ഇത്. ഇതിന് 3 നിലകളുണ്ട്. മുകളിലെ നിലകളിലും ഇതുപോലെ റെസ്റ്റോറന്റും ലോഞ്ചുമെല്ലാം ഉണ്ട്. ഇതിനുള്ളിൽ ബാറുമുണ്ട്. മൊറോക്കോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഇവിടെ മദ്യം ലഭ്യമാണ്. ആവശ്യക്കാർക്ക് കഴിക്കാം. അതേസമയം മതനിയമമനുസരിച്ച് മദ്യപിക്കേണ്ട എന്നാണെങ്കിൽ അങ്ങനെയുമാകാം. ഇരിപ്പിടങ്ങൾക്കെല്ലാം ഒരു ട്രഡീഷണൽ ഛായ നൽകിയിട്ടുണ്ട്. 2011 ഏപ്രിലിൽ ബേപ്പൂരിൽ നീറ്റിലിറക്കിയ ഈ ഉരു ടഗുകൾ കെട്ടിവലിച്ച് ആദ്യം കൊച്ചിയിലാണ് എത്തിച്ചത്. അവിടെ നിന്നും ഒരു കപ്പലിൽ കയറ്റിയാണ് ഇത് ഇവിടെ റബാത്തിലേക്ക് കൊണ്ടുവന്നത്. ഏതാണ്ട് 12 കോടി രൂപ വില വരുന്ന ധോയാണിത്. ധോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അജീഷ് സുനീറുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞങ്ങളിനി റബാത്തിന്റെ കസ്ബ ഏരിയയിൽ നിന്നും മടങ്ങുകയാണ്. ഇനി ഇവിടെയുള്ള ഹസൻ ടവർ എന്ന പുരാതന ഗോപുരവും മറ്റും കാണാൻ പോകണം. സുനീർ കാർ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അകലെ കസ്ബ എന്ന കോട്ടയ്ക്കകത്തെ നഗരം കാണാം. അതിനകത്തുകൂടിയെല്ലാം ഞാൻ കുറച്ചു മുൻപ് നടന്നതാണ്. ഈ കാണുന്ന ഭാഗം മെദീന പ്രദേശമാണ്. പഴയ നഗരഭാഗമായ മെദീനയും കോട്ടയ്ക്കകത്താണ്. പഴയകാലത്ത് ആക്രമണത്തിന്റെയും കീഴടക്കലിന്റെയും എല്ലാം ഭീഷണികൾ നിലനിന്നിരുന്നതുകൊണ്ട് ഇത്തരം നഗരങ്ങളെല്ലാം കോട്ട കൊണ്ട് സംരക്ഷിച്ചിരുന്നു. പ്രകൃതിദത്തമായ ഒരു കോട്ട പോലെ ഇവിടെ ഒരു തിട്ടയുണ്ട്.
അതിനകത്താണ് പഴയ നഗരത്തിന്റെ പ്രധാന കെട്ടിടങ്ങളൊക്കെ. ആ കോട്ടയുടെ അകത്തേക്ക് കയറാനാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. അജീഷ് കൂടെയുള്ളതുകൊണ്ട് സുനീറിന് വലിയ പ്രശ്നമില്ല. വഴികൾ അജീഷ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറെ കൂടി പുതിയ കെട്ടിടങ്ങളാണുള്ളത്. നേരത്തെ കസ്ബയിലും മെദീനയിലും കണ്ടതരം കെട്ടിടങ്ങളല്ല. താരതമ്യേന പുതിയ കെട്ടിടങ്ങളാണ്. 60കളിലും 70കളിലും പണിതവയാണ് ഇതെല്ലാം. 6ഓ 7ഓ നിലകളിൽ കൂടുതലുള്ള കെട്ടിടങ്ങളൊന്നും ഇവിടെയില്ല. അതിനാൽ തന്നെ മോഡേൺ ആണെന്ന് പറയാനാവില്ല. എങ്കിലും അതെല്ലാം നല്ല വൃത്തിയും ഭംഗിയും ഉള്ളതാണ്. എല്ലാത്തിനും വെള്ള നിറം നൽകിയിരിക്കുന്നു. ട്രാമുകൾ പോകുന്ന പാളങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് മുഹമ്മദ് ഫിഫ്ത് മുസോളിയത്തിന് മുന്നിലേക്കാണ്. നേരെ മുന്നിൽ കാണുന്ന ആ നിർമ്മിതിയാണ് മുഹമ്മദ് ഫിഫ്ത് മുസോളിയം. അതിനു മുന്നിലെ പാർക്കിങ്ങിൽ കാർ കൊണ്ടുപോയി നിർത്തി. മുഹമ്മദ് ഫിഫ്ത് മുസോളിയത്തിന്റെ ഒരു ഭാഗമാണിത്. ആ കുടീരത്തിന് 3 ഭാഗങ്ങളുണ്ട്. അകത്തേക്ക് ഇതിലേ കയറാൻ പറ്റില്ല. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണിത്. അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഹസൻ ടവർ. പുരാതനമായ ഗോപുരമാണത്. ഒരു മോസ്കിനു വേണ്ടി നിർമ്മിച്ച മിനാരം. അതിനിപ്പുറം പഴയ നഗരമതിലിന്റെ തകരാത്ത ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നു. 50 അടി ഉയരത്തിൽ മണ്ണുകൊണ്ട് പണിത നഗരമതിൽ. ഇവിടെയൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. ഞാൻ ഹസൻ ടവറിനടുത്തേക്ക് നടന്നു. യാക്കൂബ് അൽ മൻസൂർ എന്ന ഭരണാധികാരി 12ാം നൂറ്റാണ്ടിൽ പണിതു തുടങ്ങിയ നഗരമതിലിന്റെയും ഒരു മോസ്കിന്റെയും ഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒരിക്കലും പൂർത്തിയാകാതെ പോയ വലിയൊരു പദ്ധതിയായിരുന്നു അത്. ഗേറ്റിന് ഇരുവശവും കുതിരപ്പടയാളികൾ കാവൽ നിൽക്കുന്നു. കവാടം കടക്കുമ്പോൾ വിശാലമായ മുറ്റത്ത് നിരവധി തൂണുകളുടെ ഭാഗങ്ങളാണ് കാണുന്നത്. പണി പൂർത്തിയാവാതെ പോയ വലിയൊരു മോസ്കിനായി സ്ഥാപിച്ച തൂണുകളാണ്. അതിന്റെ വലതുവശത്താണ് മുഹമ്മദ് ഫിഫ്ത് മുസോളിയമുള്ളത്. നടുഭാഗം മുഴുവൻ 100 കണക്കിന് കൽത്തൂണുകളുടെ അവശേഷിപ്പുകൾ. അങ്ങേയറ്റത്ത് ഹസൻ ടവർ, പുറകുവശത്ത് വമ്പൻ നഗരമതിൽ. ഇങ്ങനെയാണ് ഈ പ്രദേശത്തിന്റെ ഒരു ഘടന. ഇതിവിടുത്തെ ഏറ്റവും പ്രാമാണ്യമാർന്ന ചരിത്ര സ്ഥലമാണ്. മുഹമ്മദ് ഫിഫ്ത് മുസോളിയത്തിന്റെ ഭാഗങ്ങളാണ് ഇത്. അതിന് 3 ഭാഗങ്ങളുണ്ട്. വലതുവശത്ത് ഒരു കെട്ടിടം, നടുക്ക് നീണ്ടു പരന്ന മറ്റൊരു കൽക്കെട്ടിടം, അങ്ങേയറ്റത്ത് പിരമിഡ് പോലെ വേറൊരു കെട്ടിടം. 3 പേരുടെ കുടീരങ്ങളാണ് അവിടെയുള്ളത്. മുഹമ്മദ് 5ാമൻ രാജാവിന്റെയും അദ്ദേഹത്തിന്റെ 2 മക്കളുടെയും. പിരമിഡ് പോലുള്ള കെട്ടിടത്തിനകത്താണ് മുഹമ്മദ് ഫിഫ്തിന്റെ ഖബറിടം. മറ്റുള്ള 2 കെട്ടിടങ്ങളിൽ ഒന്ന് മോസ്കും മറ്റൊന്ന് ഒരു പവലിനുമാണ്. ഇതാണ് മുസോളിയത്തോടനുബന്ധിച്ചുള്ള മോസ്ക്. ഒരു വിയറ്റ്നാമീസ് നിർമ്മാണ ശൈലി ഇതിൽ പ്രകടമാണ്. ഈ കോംപ്ലക്സിന്റെ ശില്പി ആർക്കിടെക്റ്റായ കോങ് വോ തോൻ ആണെന്നതാണ് അതിന് കാരണം. ഇതാണ് മുഹമ്മദ് 5ാമൻ രാജാവിന്റെ മുസോളിയം. അലാവി രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് 5ാമൻ. 17ാം വയസ്സിൽ മൊറോക്കോയുടെ സുൽത്താനായി സ്ഥാനമേറ്റ അദ്ദേഹം രാജ്യത്തെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടിയ നേതാവാണ്. മുസോളിയത്തോട് ചേർന്ന് തന്നെ മോസ്ക്. അതിനപ്പുറം കൽത്തൂണുകളുടെ ഒരു വലിയ യാർഡ്. അങ്ങേയറ്റത്ത് നഗരമതിലിന്റെ അവശേഷിപ്പ്. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ അത് വളരെ ചെറുതാണെന്ന് തോന്നും. വലത്തേ അറ്റത്ത് ഹസൻ ടവർ. 800 വർഷമായി ആ ടവർ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കൂറ്റൻ കൽത്തൂണുകളുടെ വലിയൊരു യാർഡാണ്. ലോകത്തെ ഏറ്റവും വലിയ മോസ്ക് നിർമ്മിക്കുക എന്ന ഒരു ഭരണാധികാരിയുടെ സ്വപ്നമാണ് ഈ കൽത്തൂണുകളായി അവശേഷിക്കുന്നത്. അൽ മൊഹാദ് ഖാലിഫേറ്റിലെ ബർബർ ഗോത്രക്കാരനായ ചക്രവർത്തി യാക്കൂബ് അൽ മൻസൂർ ആയിരുന്നു ആ ഭരണാധികാരി. 1191 പണി തുടങ്ങിയത്. 1199 യാക്കൂബ് അൽ മൻസൂർ മരിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. നടന്ന് ഞങ്ങൾ ഹസൻ ടവറിന്റെ ചുവട്ടിലേക്കെത്തി. ഹസൻ ടവറിൽ ഭൂമിക്കടിയിലും കുറേ ഭാഗങ്ങളുണ്ട്. അവയെല്ലാം അടുത്ത കാലത്ത് പുനർനിർമ്മിച്ചവയാണ്. അങ്ങോട്ടിറങ്ങിപ്പോകാൻ നീളൻ പടവുകൾ. എല്ലാം അതിമനോഹരമാണ്. മറുഭാഗത്തുമുണ്ട് പടവുകൾ. ഹസൻ ടവറിനും വലിയൊരു ചരിത്രമുണ്ട്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള മിനാരമാവണം ഇതെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അതിന്റെ പണി പുരോഗമിച്ചത്. യാക്കൂബ് അൽ മൻസൂർ ചക്രവർത്തി പതിവായി ഇവിടെ വന്ന് ടവറിന്റെ നിർമ്മാണ ജോലികൾ വിലയിരുത്തിയിരുന്നു.
മിനാരത്തിന്റെ ഉയരം 44 മീറ്ററിൽ എത്തിയപ്പോഴാണ് യാക്കൂബ് അൽ മൻസൂർ മരിക്കുന്നത്. അതോടെ ഇതിന്റെ പണികളും നിലച്ചു. മോസ്കിനെ പോലെ നിർമ്മാണം എങ്ങുമെത്താത്ത ഒരു ചരിത്ര സ്മാരകമായി ടവറും ഇന്ന് അവശേഷിക്കുന്നു. വമ്പൻ മോസ്കിനു വേണ്ടി ഈ കൽത്തൂണുകൾ മാത്രമല്ല സ്ഥാപിച്ചിരുന്നത്, പലയിടത്തും ഭിത്തികൾ കെട്ടി ഉയർത്തിയിരുന്നു. ചില ഭാഗത്ത് ടൈലുകൾ പാകിയ മേൽക്കൂര വരെ ഉണ്ടായിരുന്നു. മോസ്ക് നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ട ശേഷം നൂറ്റാണ്ടുകളോളം അതെല്ലാം ഇവിടെ അവശേഷിച്ചിരുന്നു. പിന്നീട് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വീടുകളും കെട്ടിടങ്ങളും പണിയാനായി ആളുകൾ മോസ്കിന്റെ ഭിത്തിയും ടൈലുകളും പൊളിച്ചുകൊണ്ടുപോയി. 1755 ഉണ്ടായ ഗ്രേറ്റ് ലിസ്ബൺ എർത്ത്ക്വേക്ക് എന്ന ഭീകരമായ ഭൂകമ്പത്തിലും മോസ്കിന്റെ കുറേ ഭാഗം തകർന്നുപോയി. ഈ കൽത്തൂണുകളിൽ പലതും ഗവേഷകർ മറ്റു പലയിടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിൽ 183 മീറ്റർ നീളവും 139 മീറ്റർ വീതിയുമുള്ള ഒരു മോസ്കായിരുന്നു ഇവിടെ ഉണ്ടാവുക. 20-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റുകളും മൊറോക്കൻ ഗവേഷകരും ചേർന്നാണ് ഇവിടം ഈ വിധം പുനരുദ്ധരിച്ചത്. തുടർന്ന് അതിനപ്പുറം പുതിയ കാലത്തെ മുസോളിയവും മോസ്കും പൗലിനുമെല്ലാം സ്ഥാപിതമായി. മോസ്കിൽ നിന്നും 50 മീറ്റർ അകലെയാണ് നഗരമതിൽ. കല്ലും മണ്ണും കുമ്മായവും ഉപയോഗിച്ചാണ് മതിലിന്റെ നിർമ്മാണം. നല്ല ഉറപ്പുള്ള മതിലാണ്. 800 വർഷം മുൻപ് പണിതതാണ് ഇതെന്ന് ഓർക്കണം. അതിന്റെ കുറച്ചു ഭാഗങ്ങളെ ശേഷിക്കുന്നുള്ളൂ. ആ കോംപ്ലക്സിൽ നിന്നും പുറത്തേക്കിറങ്ങി കാവൽ നിൽക്കുന്ന കുതിരപ്പടയാളികളെ പിന്നിട്ട് നടക്കുകയാണ്. കുതിര അല്പം അസ്വസ്ഥനാണ്. അജീഷിനോട് യാത്ര പറയാൻ നേരമായി. ഇനി എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണാമെന്ന് അജീഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളുമായി ഫോൺ ചെയ്യാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നു. നിസ്വാർത്ഥനായ ഒരു സുഹൃത്താണ് അജീഷ്. ഇന്ന് ഉച്ചവരെയുള്ള സമയം മുഴുവൻ എന്നെ കൊണ്ടു നടന്ന് കാഴ്ചകൾ കാണിച്ചു തരികയായിരുന്നു അജീഷ് എന്ന മലയാളി. എത്ര യാത്ര പറഞ്ഞിട്ടും മതിയാകാതെ അദ്ദേഹം വീണ്ടും വീണ്ടും കൈവീശിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. ലോകത്തെവിടെയുമുണ്ടല്ലോ ഇത്തരം മലയാളികൾ. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടരുകയാണ്. മറാക്കേഷ് എന്ന നഗരത്തിലേക്കാണ് ഇനി പോകുന്നത്. റബാത്ത് നഗരത്തിനകത്തുകൂടി തന്നെയാണ് യാത്ര. ഭംഗിയുള്ള നഗരഭാഗങ്ങൾ. മറാക്കേഷിലേക്ക് കുറച്ചു ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഈ നഗരം പിന്നിട്ട് വേണം പോകാൻ. ഏകദേശം 4 മണിക്കൂറിന്റെ യാത്രയുണ്ട് മറാക്കേഷിലേക്ക്. 330 കിലോമീറ്റർ പോകണം. ഈ ഉച്ചനേരം മുഴുവൻ വണ്ടി ഓടിക്കേണ്ടതുണ്ട്. റബാത്ത് നഗരത്തിന്റെ പുതിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. വലിയ പകിട്ടുണ്ടെന്ന് പറയാനാകില്ല. എന്നാൽ നല്ല വൃത്തിയുള്ള നഗരമാണിത്. 6ഉം 7ഉം നിലകളുള്ള കെട്ടിടങ്ങളാണ് പാതയുടെ ഇരുവശവും. പരസ്യ ബോർഡുകൾ ഇല്ലെന്നതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. ആയിരക്കണക്കിന് ബോർഡുകളും തലങ്ങും വിലങ്ങും കെട്ടിയ ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒക്കെയാണല്ലോ നമ്മുടെ നഗരങ്ങളെ വൃത്തിഹീനമാക്കുന്നത്. ഇവിടെ അനാവശ്യമായ കറണ്ട് കമ്പികളോ പോസ്റ്റുകളോ പോലുമില്ല. മൊത്തത്തിലൊരു വൃത്തിയുണ്ട്. ഗംഭീരമാണെന്നൊന്നും പറയാനാവുകയുമില്ല. 6 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന നഗരമാണ് റബാത്ത്, മൊറോക്കോയുടെ ഭരണസിരാകേന്ദ്രം. 12-ാം നൂറ്റാണ്ടിൽ അൽ മൊഹാദ് രാജവംശം മൊറോക്കോ ഭരിച്ചിരുന്നപ്പോൾ തലസ്ഥാനം റബാത്ത് ആയിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ ആ പദവി നഷ്ടപ്പെട്ടു. പിന്നീട് 1912-ൽ മൊറോക്കോ ഫ്രഞ്ച് കോളനി ആയതോടെ ഫ്രഞ്ചുകാരാണ് ആധുനിക മൊറോക്കോയുടെ തലസ്ഥാനം റബാത്താക്കി മാറ്റിയത്. മുന്നിൽ പോകുന്നത് ഇവിടുത്തെ സിറ്റി സർവീസ് ബസ്സുകളാണ്. മനോഹരമായ സിറ്റി ബസ്സുകളാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ആ ചില്ലിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ തോന്നുന്നുണ്ട്. ഇത്രയും തിളങ്ങുന്ന വണ്ടികൾ കാണുമ്പോൾ നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാനാണല്ലോ തോന്നുക. കൈ ധരിക്കും. 2019-ലാണ് പഴയ സിറ്റി ബസ്സുകൾ മാറ്റി ഇത്തരം ബസ്സുകൾ റബാത്ത് നഗരത്തിൽ സർവീസ് തുടങ്ങിയത്. അൽസ സിറ്റി ബസ് എന്ന് ഇതറിയപ്പെടുന്നു. മൊറോക്കൻ കമ്പനിയായ സിറ്റി ബസും സ്പാനിഷ് കമ്പനി അലാസും ചേർന്നുള്ള സംരംഭമാണിത്. ഇത്തരത്തിലുള്ള 350 തിളങ്ങുന്ന ബസ്സുകളാണ് റബാത്തിൽ സർവീസ് നടത്തുന്നത്. ഉയർന്ന നിലവാരമുള്ള മെഴ്സിഡസ് ബെൻസ് സ്കാനിയ ബസ്സുകളാണവ. മികച്ച ഒരു ട്രാം വേ സിസ്റ്റവും ഈ നഗരത്തിലുണ്ട്. 2011-ലാണ് ട്രാം സർവീസ് തുടങ്ങിയത്. റബാത്തിൽ മെട്രോ ഇല്ല. എന്നാൽ ഹൈസ്പീഡ് ട്രെയിനുകളുള്ള നാടാണ് മൊറോക്കോ.
സെൻട്രൽ ബാങ്ക് ഓഫ് മൊറോക്കോയുടെ ആസ്ഥാന കെട്ടിടമാണ് ഇടതുവശത്ത് നേരെ മുന്നിൽ കാണുന്നത്. നമ്മുടെ റിസർവ് ബാങ്ക് പോലെ ഈ രാജ്യത്തെ പ്രധാന ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് മൊറോക്കോ. അവരാണ് കറൻസി അടിക്കുന്നതും അതിന്റെ മൂല്യം നിയന്ത്രിക്കുന്നതുമെല്ലാം. ഫ്രഞ്ച് ഭരണകാലത്തെ രീതികളിലാണ് സെൻട്രൽ ബാങ്കിന്റെ പ്രവർത്തനം. ഇപ്പോൾ വലതുവശത്ത് ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു കെട്ടിടമുണ്ട്. അതിനെ അമാന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ടെലിഗ്രാഫ് പോസ്റ്റ് ടെലിഫോൺ സെന്റർ. ഇപ്പോൾ അതിന് വലിയ പ്രസക്തിയില്ലെങ്കിലും പണ്ട് വളരെ പ്രധാനപ്പെട്ടതു തന്നെയായിരുന്നു. ഇവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷന്റെ എല്ലാം ആസ്ഥാന മന്ദിരമാണത്. ഒരു രാഷ്ട്ര തലസ്ഥാനത്തിന് ആവശ്യമായ പ്രധാന കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമൊക്കെയാണ് ഈ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത്. ഈ കാണുന്നത് പോലീസ് ആസ്ഥാനമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റിയുടെ ആസ്ഥാന മന്ദിരം. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ഗോപുരവും അതിനു മുകളിൽ ഒരു കുരിശും കാണാം. ഒരു ചർച്ചാണത്. സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ച്. ഫ്രഞ്ചുകാർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തെ പള്ളിയാണ്. വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോൾ നഗരമതിലിന്റെ ഒരു ഭാഗം കാണുന്നു. അതിൽ 2 കമാനങ്ങൾ. ഒരു ഭാഗത്തെ കമാനം കടക്കുന്നതോടെ നഗരത്തിന്റെ പ്രധാന ഭാഗത്തു നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങുകയായി. സമ്പന്നതയുടെ പകിട്ടുള്ള തലസ്ഥാന നഗരമാണ് റബാത്ത്. എന്നാൽ മൊറോക്കോയുടെ ഗ്രാമങ്ങളിൽ ദാരിദ്ര്യമുണ്ട്. രാജ്യജനസംഖ്യയിൽ 19% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. എന്നാൽ സാമ്പത്തികമായി വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന രാജ്യവുമാണിത്. ആഫ്രിക്കൻ വൻകരയിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് മൊറോക്കോ. മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും പോലെ രാഷ്ട്രീയ അസ്ഥിരത ഇവിടെയില്ല എന്നതാണ് അതിന് കാരണം. രാജാവാണ് ഇവിടുത്തെ രാഷ്ട്രത്തലവനും സർവ്വസൈന്യാധിപനും. രാജാവിനെ അനുകൂലിക്കുന്ന പാർലമെന്റ് അംഗങ്ങളാണ് ഇവിടെയുള്ളത്. രാജാവിന് തന്റെ ഇഷ്ടാനുസരണം പ്രധാനമന്ത്രിയെയും പാർലമെന്റിനെയും പിരിച്ചുവിടാം. 2 സഭകളാണ് ഇവിടുത്തെ പാർലമെന്റിലുള്ളത്. ചേംബർ ഓഫ് കൗൺസിലേഴ്സും ചേംബർ ഓഫ് റെപ്രസെന്റേറ്റീവ്സും. 270 കൗൺസിൽ അംഗങ്ങളെ പ്രാദേശിക കൗൺസിലുകളാണ് തെരഞ്ഞെടുക്കുക. ദേശീയ തലത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിലൂടെ റെപ്രസെന്റേറ്റീവ്സും തെരഞ്ഞെടുക്കപ്പെടുന്നു. ഈ റെപ്രസെന്റേറ്റീവ്സിന്റെ നേതാവിനെയാണ് രാജാവ് പ്രധാനമന്ത്രിയായി നിയോഗിക്കേണ്ടത്. പക്ഷേ രാജാവിന് ബോധിക്കുന്നയാൾ മാത്രമേ അങ്ങനെ നേതാവാകാറുള്ളൂ. പാർലമെന്റിൽ 30% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നതാണ്. അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾക്കെല്ലാം അടിസ്ഥാനമിട്ടത് ഫ്രഞ്ചുകാരാണ്. അത് ഏറെക്കുറെ കുറ്റമറ്റതാണ് താനും. ഫോസ്ഫേറ്റ് ഖനനമാണ് മൊറോക്കോയുടെ പ്രധാന വരുമാന മാർഗം. വിനോദസഞ്ചാരം ഇപ്പോൾ മറ്റൊരു വലിയ വരുമാന മാർഗമാണ്. ലോകത്ത് കഞ്ചാവും ഹാഷിഷ് ഓയിലും ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന നാടും മൊറോക്കോ തന്നെയാണ്. ഈ നീലക്കാറുകളാണ് റബാത്തിലെ ടാക്സികൾ. ഈ രാജ്യത്ത് പല സ്ഥലത്തും പല നിറത്തിലാണ് ടാക്സികൾ. കാസാബ്ലാങ്കയിൽ ചുവന്ന കാറുകളായിരുന്നുവെങ്കിൽ ഇവിടെ നീലയാണ്. ആ കാണുന്ന താമര പോലുള്ള കെട്ടിടം പഴയ ബസ് സ്റ്റേഷനാണ്. അതും പിന്നിട്ട് യാത്ര തുടർന്നു. നഗരപ്രാന്തത്തിലെ ജനവാസ കേന്ദ്രങ്ങളാണ് ഇവിടമെല്ലാം. ഫ്രഞ്ചുകാരാണ് ഈ നഗരത്തെ ഈ വിധം രൂപകൽപ്പന ചെയ്തത്. ഇപ്പോൾ കാർ ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. നഗരം പിന്നിലായി. ദൂരെ അറ്റ്ലാന്റിക്കിന്റെ നീലിമ കാണാം. കടൽ തീരത്തുകൂടി തെക്കുപടിഞ്ഞാറ് ദിശയിലാണ് ഇനി യാത്ര. ഇവിടെ നിന്ന് മറാക്കേഷിലേക്ക് ഏകദേശം 325 കിലോമീറ്റർ ദൂരമുണ്ട്. 4 മണിക്കൂറിന്റെ യാത്ര. കടൽ തീരം ചേർന്നാണ് കാസാബ്ലാങ്ക വരെ പോകേണ്ടത്. കാസാബ്ലാങ്കയിൽ നിന്നും നേരെ തെക്കോട്ടാവും യാത്ര. ഇപ്പോൾ തെക്കുപടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ കാസാബ്ലാങ്കയിലെത്തി തെക്കോട്ട് കുറെ കൂടി പോകുമ്പോഴാണ് മറാക്കേഷിലെത്തുക. ഇനി മോട്ടോർ വേയിലൂടെയാണ് യാത്ര. മോട്ടോർ വേയുടെ ഭാഗങ്ങൾ തന്നെയാണിത്. മുന്നിൽ കാണുന്ന ടോൾ ഗേറ്റ് പിന്നിടുന്നതോടുകൂടിയാണ് ശരിക്കും മോട്ടോർ വേയിലൂടെയുള്ള യാത്ര തുടങ്ങുന്നതെന്ന് പറയാം. ടാഞ്ചറിൽ നിന്ന് തുടങ്ങി റബാത്ത് പിന്നിട്ട് കാസാബ്ലാങ്ക വഴി മറാക്കേഷിലേക്ക് പോകുന്ന എക്സ്പ്രസ് വേ ആണിത്. ഇവിടെ ഇതിന് മോട്ടോർ വേ എന്നാണ് പറയുന്നത്. ടോൾ പിരിവ് കേന്ദ്രങ്ങളിൽ ഫാസ്ടാഗ് പോലുള്ള സംവിധാനത്തിലൂടെ ഇലക്ട്രോണിക്കലായി ടോൾ ട്രാൻസ്ഫർ ആയിക്കൊള്ളും. താമസമൊന്നുമില്ല. നമ്മുടെ ടോൾ പിരിവ് കേന്ദ്രങ്ങളിലെ പോലെ കാത്തുകെട്ടിക്കിടക്കേണ്ട കാര്യവുമില്ല. ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഗതാഗത അച്ചടക്കമാണ്. ചരക്ക് ലോറികൾ ഏതു ട്രാക്കിൽ കൂടിയാണ് പോകുന്നതെന്ന് നോക്കുക.
സ്ലോവിൽ പോകേണ്ടതും മറ്റുമായ ചരക്കു വാഹനങ്ങളും ഹെവി വാഹനങ്ങളുമെല്ലാം അങ്ങേയറ്റത്തെ ഔട്ടർ ലൈനിലൂടെയാണ് പോകുന്നത്. ഏറ്റവും സ്പീഡിൽ പോകേണ്ടവരാണ് ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പോവുക. ഓവർടേക്ക് ചെയ്യേണ്ടവർ ഇടതുവശത്തുകൂടി ചെയ്തുകൊള്ളും. ഓവർടേക്ക് ചെയ്യേണ്ടവർക്ക് വേണ്ടി മറ്റു വണ്ടികൾ നടുക്കുള്ള ട്രാക്കിലേക്ക് മാറ്റിത്തരുന്നു. അപ്പോൾ തടസ്സമേതുമില്ലാതെ ഓവർടേക്ക് ചെയ്തു പോകാം. മുന്നിൽ പോകുന്ന 2 ചരക്കു വാഹനങ്ങൾ കാണുക. ഓവർടേക്ക് ചെയ്യേണ്ട ലോറി നടുവിലെ ട്രാക്കിലേക്ക് മാറി ഓവർടേക്ക് ചെയ്തു പോകുന്നു. വേഗത കുറഞ്ഞ ട്രക്കുകൾ ഒരിക്കലും ഇടതുവശത്തേക്ക് കയറി വരുന്നില്ല. ചരക്കു വാഹനങ്ങളും ഹെവി വാഹനങ്ങളുമെല്ലാം എപ്പോഴും വലത്തേ അറ്റത്തെ ട്രാക്കിലൂടെയായിരിക്കും പോവുക. ഓവർടേക്ക് ചെയ്യേണ്ട സമയത്തു മാത്രം അവ നടുവിലെ ട്രാക്കിലേക്ക് മാറും. ഇത് മൊറോക്കോ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഡ്രൈവർമാർ വരെ പാലിക്കുന്ന ചിട്ടയാണ്. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമെന്നൊക്കെ വീമ്പടിക്കുന്ന നമ്മൾ റോഡിൽ എന്തു നിയമമാണ് പാലിക്കുന്നത്? ഇതൊക്കെ ഓർത്തുകൊണ്ട് നല്ല വേഗത്തിൽ മറാക്കേഷ് ലക്ഷ്യമാക്കി പായുന്ന കാറിൽ ഞാനിരുന്നു. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 4 രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14-ാം വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.